രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒളിയമ്പുമായി കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. ഖദർ ഒരച്ചടക്കമാണെന്ന തലക്കെട്ടോടെയാണ് ഖാദി വസ്ത്രങ്ങളുടെ റിബേറ്റ് വിൽപ്പന ഓർമ്മപ്പെടുത്തി അജയ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പുതുതലമുറ കോൺഗ്രസ് നേതാക്കൾ ഖദർ ഉപയോഗിക്കാത്തതിനെ അജയ് തറയിൽ വിമർശിച്ചിരുന്നു. വിവരങ്ങളുമായി സജോ ദേവസിയുണ്ട്. സജോ, നേരത്തെ ഖദറുമായി ബന്ധപ്പെട്ട് അജയ് തറയിൽ നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. ഇന്നിപ്പോൾ രാഹുലിന്റെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് കേവലം ഖദർ ധരിക്കാത്തത് മാത്രമല്ല എന്നത് ഊഹിക്കാൻ നമുക്ക് പറ്റും. എന്താണ് അജയ് തറയിൽ എഴുതിയിരിക്കുന്നത്? ഉദ്ദേശം രാഹുലിനെ പോലുള്ളവരെ തന്നെയല്ലേ? രാഹുൽ ആൻഡ് ടീം, രാഹുൽ ആൻഡ് കോ. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ അജയ് തറയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന കാര്യം വ്യക്തമാണ്. വരികൾക്കിടയിൽ അദ്ദേഹം കൃത്യമായ ഒളിയമ്പ് ഒളിപ്പിച്ചിട്ടുണ്ട് എന്നത് വളരെ കൃത്യമാണ്. അതായത് നേരത്തെ അദ്ദേഹം നാളുകൾക്ക് മുൻപ് എന്തിനാണ് ഖദർ വസ്ത്രത്തോട് ഇത്ര നീരസം പൊതുതലമുറ നേതാക്കൾക്ക്, അതായത് യുവ നേതാക്കൾക്ക് എന്ന് ചോദിച്ച് വിശദമായൊരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അതിന്മേൽ വലിയ ചർച്ചകളും വിവാദങ്ങളും പിന്നീട് അദ്ദേഹത്തെ പല നേതാക്കളും പരസ്യമായി തള്ളുകയും കൊള്ളുകയും ഒക്കെ ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹം വളരെ കൃത്യമായ ഒരു സന്ദേശം പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ഓണക്കാലമാണ്, ഖാദി വസ്ത്രങ്ങൾക്ക് റിബേറ്റ് ഉണ്ട്. ആ റിബേറ്റൊക്കെ ഓർമ്മപ്പെടുത്തിയാണ് പോസ്റ്റെങ്കിലും ഖദർ ഒരു ഡിസിപ്ലിനാണ്. നേരത്തെയും അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഇവിടെ അത്തരം ഡിസിപ്ലിൻ, അത്തരം അച്ചടക്കം, അത്തരം ഒരു ആദർശം മിസ്സാകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അതിന്റെ തെളിവാണ് ഈ വിവാദങ്ങളുടെ തുടർച്ച എന്നാണ് യഥാർത്ഥത്തിൽ വരികൾക്കിടയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കൃത്യമായി അദ്ദേഹം ആ കാര്യം പങ്കുവെക്കുകയാണ്. ആ ഘട്ടത്തിൽ അദ്ദേഹം ഇത് പറഞ്ഞതിന് പിന്നാലെ മുതിർന്ന നേതാക്കളൊന്നും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞില്ലെങ്കിലും യുവ നേതാക്കൾ പരോക്ഷമായും നേരിട്ടും തെളിഞ്ഞുമൊക്കെ അദ്ദേഹത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഹസിക്കാനോ ഒക്കെ ശ്രമിച്ചിരുന്നു. അത് ഈ അവസരത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇങ്ങനെ ഒരു അച്ചടക്കരാഹിത്യം, ഖദർ എന്നൊരു സംസ്കാരമാണ് എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അതൊരു അച്ചടക്കത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് പറയുന്നു. കാര്യങ്ങൾ വ്യക്തമാണ് ഡോക്ടർ. ഓക്കെ, താങ്ക് യു. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഖദറിട്ട് പോവുക എന്നുള്ളത് അന്നും ഇന്നും ഒക്കെ വളരെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. ഖദറിനൊരു ചരിത്രമുണ്ട്, ഖദറിനൊരു രാഷ്ട്രീയമുണ്ട്, ഖദറിനൊരു ആശയമുണ്ട്, ഖദറിന് പറയാനൊരു സന്ദേശവുമുണ്ട്.